തലയോട്ടിയും അസ്ഥികൂടവും മറ്റും കിട്ടുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയാണ്. കൊലപാതകങ്ങളുടെ എണ്ണം സംബന്ധിച്ചാണ് ഇനി വളരെ കൃത്യമായി ധാരണയിലേക്ക് എത്തേണ്ടത് എന്നുള്ളതാണ്. നേരത്തെ സൈത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാര്യമായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ നമ്മൾ പുറത്തുവിട്ട ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളൊക്കെ പ്രകടിപ്പിക്കപ്പെട്ടിരുന്നു. കാരണം ഇത്രയധികം മൃതദേഹങ്ങൾ ഇങ്ങനെ കുഴിച്ചു മൂടപ്പെടുമോ, ഈ കൊലപാതകങ്ങളൊക്കെ പുറത്തറിയാതെ ഇത്രയും കാലം മുന്നോട്ട് പോകുമോ? പക്ഷെ അതിനൊക്കെ ഇപ്പോൾ ഒരു അടിസ്ഥാനം വന്നിരിക്കുന്നു. തെളിവുകൾ ഓരോന്നായി പുറത്തു വരുന്നു. മനുഷ്യാസ്ഥിയും തലയോട്ടിയും എന്നൊക്കെ പറയുമ്പോൾ ഇനിയും അന്വേഷണം അതിൻ്റെ കുറച്ചുകൂടി വ്യാപ്തിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അതാണ് രഞ്ജിത്ത്, ഏറ്റവും പ്രധാനവും അതുതന്നെയാണ്. അന്വേഷണം പുതിയ വ്യാപ്തിയിലേക്ക് കടക്കണം, പുതിയ രീതി സ്വീകരിക്കേണ്ടി വരും. ഒരുപക്ഷെ കൂടുതൽ ഇടങ്ങൾ അടയാളപ്പെടുത്തിയുള്ള പരിശോധന വേണ്ടി വരും, കൂടുതൽ മണ്ണ് മാറ്റേണ്ടി വരും, ആഴത്തിൽ മണ്ണ് മാറ്റാനുള്ള സാധ്യത പോലും വേണ്ടി വരും. അങ്ങനെ വിശദമായ ഒരു പരിശോധന വേണ്ടിവരുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് സാഹചര്യം നീളുന്നത്. ഇപ്പോൾ ഈ പോയിന്റ് നമ്പർ 6 എന്ന് മാർക്ക് ചെയ്യപ്പെട്ട ഇടത്തിൻ്റെ പ്രത്യേകതയും അതാണ്. ഒപ്പം ഈ ആദ്യ 2 ദിവസങ്ങളിൽ നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ ആദ്യ 2 ദിവസങ്ങളിലെ പരിശോധനയിൽ നിരവധി ഭൗതികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. അവിടെ നേത്രാവതി പുഴയിൽ നിന്നും വെള്ളം കയറി പരിശോധന, മണ്ണുമാറ്റി പരിശോധന അസാധ്യമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത്തരം അവസ്ഥകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇന്ന് പകല് രാവിലെ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് പരിശോധന ആ രീതിയിൽ നടത്താൻ കഴിഞ്ഞത്. ഇനി നാളെ മുതൽ കൂടുതൽ ജാഗ്രതയോടെയുള്ള പരിശോധന വേണം നടക്കാൻ. എന്തായാലും ഇപ്പോൾ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ, അവിടെ ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ, അവിടുത്തെ സാഹചര്യം സംബന്ധിച്ച് കൃത്യമായ ചില സൂചനകൾ നൽകുന്നുണ്ട്. അതോടുകൂടി തന്നെ അന്വേഷണ സംഘവും പുതിയ തലത്തിലേക്ക് കൂടുതൽ ജാഗ്രതയോടെയുള്ള പരിശോധനയ്ക്ക് തന്നെ കടക്കുമെന്ന് കരുതാം. ഈ അന്വേഷണ വിവരങ്ങൾ, ഈ പരിശോധനാ വിവരങ്ങൾ ഒരു ഘട്ടത്തിലും പുറത്തു പോകരുത് എന്ന നിർദ്ദേശം കൂടി അവിടെ കർണാടക പോലീസ് മേധാവി SITക്ക് നൽകിയിട്ടുണ്ട്. കാരണം ഇത് അത്രയധികം വിവാദമാണ്. അതുകൊണ്ട് ആ ജാഗ്രതയിലാണ് പരിശോധന നടക്കുന്നത്. പക്ഷേ ഇന്ന് ഈ പുഴയോടെ അരികു ചേർന്ന് നടത്തിയ പരിശോധന പുഴയ്ക്ക് എതിർവശത്ത് നിന്ന് മാധ്യമങ്ങൾക്ക് ചിത്രീകരിക്കാൻ കഴിഞ്ഞു. ആ ദൃശ്യങ്ങളാണ് ന്യൂസ് 8ലൂടെ പുറത്തു വരികയും ചെയ്തത്. കാരണം ആ പരിശോധനയിൽ വ്യക്തമാണ് അവിടെ ആ ശുചീകരണ തൊഴിലാളി അദ്ദേഹത്തെ ഒരു മാസ്ക് ധരിപ്പിച്ചെത്തി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവിടെ പരിശോധന നടക്കുന്നു. ഒപ്പം തന്നെ ഈ മണ്ണ് മാറ്റുന്നതിന് വേണ്ടിയുള്ള യന്ത്രസഹായങ്ങളുണ്ട്. ഒപ്പം തന്നെ SIT ടീമിന് പുറമെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ ചേർന്ന് ആ സ്ഥലത്ത് കൂടുതൽ മറവ് സൃഷ്ടിച്ചുകൊണ്ട് കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രത പാലിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. ആ തരത്തിൽ തന്നെയാണ് പരിശോധനകൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും സുപ്രധാനമായ നീക്കത്തിലേക്ക് തന്നെ ഈ അന്വേഷണം കടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പോയിന്റ് നമ്പർ 6 എന്ന തന്ത്രപ്രധാനമായി ഇടത്ത് നടത്തുന്ന പരിശോധനയിൽ തന്നെ കണ്ടെത്താൻ കഴിയുന്നതും അതുതന്നെയാണ്. ഈ പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ അത് ഫോറൻസിക് പരിശോധനയിലായിരിക്കണം ഈ അസ്ഥികൂടത്തിൻ്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് വരേണ്ടത്. ഔദ്യോഗിക സ്ഥിരീകരണം അതിനുശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, സങ്കീർണമായ ഈ ഘട്ടത്തിലൂടെ ധർമ്മസ്ഥല എന്ന ദുരൂഹതകൾ നിറഞ്ഞ ഇടത്തു നിന്നും അവിടെ പുറത്തു വന്ന ആരോപണങ്ങളിൽ ചില കഴമ്പുകളുണ്ട് എന്ന സൂചനകൾ കൃത്യമായി തന്നെ ഇത് നൽകുന്നുണ്ട്. ഇനി അറിയേണ്ടത് അവിടെ കാണാതായ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ആളുകളെ സംബന്ധിച്ച സൂചനകൾ നൽകുന്ന കണ്ടെത്തലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്ന കാര്യമാണ്. അതുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ശുചീകരണ തൊഴിലാളിയുടെ മൊഴി അത് ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോഴുണ്ടാവുന്നത്. വരും ദിവസങ്ങളിലും സ്വാഭാവികമായി അതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നതോടുകൂടി 15 വർഷത്തിന് മുമ്പായി പല കാലങ്ങളിലായി താൻ മറവ് ചെയ്യപ്പെട്ട ആ മൃതദേഹങ്ങൾ, താൻ മറവ് ചെയ്ത ആ മൃതദേഹത്തിൻ്റെ ഇടങ്ങൾ അത് ഓർത്തു വെച്ചുകൊണ്ട് അത് തുറന്നു പറഞ്ഞ ശുചീകരണ തൊഴിലാളി ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പരിശോധന അത് സത്യം പുറത്തു കൊണ്ടുവരുന്ന സാഹചര്യം തന്നെ ഉണ്ടാവും. എന്തായാലും മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ട ആ സത്യങ്ങൾ അത് പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ കാലത്തും എല്ലാ ക്രൈമിനും എവിടെയെങ്കിലും ഒരു പഴുതുണ്ടാകുമെന്ന് പറയാറുണ്ട്. അതുതന്നെയാവണം ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവുക. വർഷങ്ങൾക്കിപ്പുറം ഒരു തുറന്നു പറച്ചിൽ അത് ഈ സത്യങ്ങൾ പുറത്തു വരുന്നതിന് ഇടയാക്കുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. അതാണ് ധർമ്മസ്ഥല കേസിനെ നിർണായകമാക്കുന്നതും. രാജ്യവ്യാപകമായി തന്നെ മാധ്യമ ശ്രദ്ധ നേടിക്കഴിഞ്ഞ ഒരു സംഭവമാണ്. അതോടുകൂടി തന്നെ ഈ വിഷയത്തിൽ അത്തരമൊരു നീക്കമുണ്ടാവുകയും ചെയ്തു. നമുക്ക് ഈ കേസിൻ്റെ നാൾവഴികൾ, ഈ സംഭവത്തിൻ്റെ നാൾവഴികൾ കൂടി പരിശോധിക്കുമ്പോൾ നമുക്കറിയാം കർണാടകയിൽ സർക്കാരിന് ആദ്യഘട്ടത്തിൽ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതിൽ. പക്ഷേ മാധ്യമങ്ങൾ, ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുന്നു. എന്നാൽ മറൊരു വിഭാഗം ഇത്തരമൊരു സംഭവമേ ഇല്ല എന്ന നിലപാടെടുത്തിരുന്നവരാണ്. ഇതെല്ലാം കെട്ടുകഥകളാണ് എന്ന നിലപാടെടുത്തിരുന്നവരാണ്. എന്തായാലും അത്തരം നിലപാടുകളെടുക്കുകയും ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാവുകയും തങ്ങളുടെ മക്കളെ കാണാതായ ആളുകൾ അത് പരാതിയായി കോടതിക്ക് മുന്നിലെത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ സർക്കാരിന് ഇടപെടേണ്ടി വരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിലാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ ഈ കാര്യത്തിൽ നിയോഗിക്കുന്ന തരത്തിലേക്ക്
അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ പോകുന്നത്. ഒടുവിൽ ഈ രാഷ്ട്രീയ സമ്മർദ്ദം സർക്കാരിന് ഏറ്റെടുക്കേണ്ടി വന്നു എന്നതാണ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ നീക്കങ്ങൾ അത് ഫലം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കർണാടകയിലെ ധർമ്മസ്ഥലയിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരാൻ, കാരണം ചെറുതല്ല, വലിയ ആരോപണങ്ങളാണ്, നിരവധി ആളുകളെയാണ് കാണാതിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ വെളിച്ചം വീഴ്ത്തുന്ന ഒന്നായി കൂടി ഇത് മാറുമെന്ന് ഉറപ്പാണ്. അത്തരം സൂചനകളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീളുന്നത്. എന്തായാലും ഇനി കാര്യമായ പരിശോധന നടക്കാനുള്ള സാധ്യത കുറവാണ്. അതിനുശേഷം നാളെ വിശദമായ ഒരു പരിശോധന ഉണ്ടായേക്കാം. ഒപ്പം സാഹചര്യം തിരിച്ചു വരാം.